ഹലോ ഗൈസ്, എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോ ആകപ്പാടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാട്ടോ. നമ്മുടെ മനോരമയും തമ്മിൽ ഒരൊടക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ആകപ്പാടെ ടെൻഷനാണ്. അശ്വിനൊട്ട് വിളിച്ചിട്ടില്ല, ലണ്ടനിൽ പോയിട്ട് വിളിച്ചിട്ടില്ല. ശ്യാം പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ ആ പേപ്പർ എവിടെ പോയി? ശ്യാം നുണ പറയുകയായിരിക്കുമോ എന്ന പല ചിന്തകളിൽ നിന്നാണ് നമ്മുടെ ശ്രുതി കേട്ടോ. അപ്പുറത്ത് നമ്മുടെ പ്രീതിയുടെയും ആകാശിൻ്റെ അടുത്തേക്ക് നമ്മുടെ ബാർബി വരുന്നുണ്ട്. ബാർബി വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാവുന്നു, ഞാൻ ബാഡ് ഡ്രീംസ് കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ പ്രീതി പറയുന്നു, എന്നാൽ അങ്കിളുടെയും ആൻറ്റിയുടെയും കൂടെ കിടന്നു, അപ്പം മോള് ചീത്ത സ്വപ്നമൊന്നും കാണില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ബാർബിയെ നമ്മുടെ പ്രീതി ആകാശിൻ്റെയും പ്രീതിയുടെ നടക്കി ഇങ്ങനെ കിടത്തുന്നൊക്കെ ഉണ്ട്. അപ്പുറത്തെ നമ്മുടെ ശ്രുതി വീണ്ടും എന്തൊക്കെയോ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി ഉണരുവാട്ടോ. എന്നിട്ട് ബാക്കി എല്ലാ വീട്ടുകാരും ഓടിക്കൂടുന്നുണ്ട്. എന്നിട്ട് ശ്രുതിക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അഞ്ജലി. അപ്പൊ ശ്യാം ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനോരമ പറയുന്നുണ്ട്, അവക്കടെ ഭർത്താവ് ലണ്ടനിൽ പോയിട്ട് വിളിച്ചിട്ടില്ല, അതിന്റെ ആദിയും വ്യാധിയുമാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി അഞ്ജലിയോട് പറയുന്നുണ്ട്, നീ ഒന്ന് വിളിച്ചു നോക്കിയേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഞ്ജലി ഇങ്ങനെ വിളിക്കുമ്പോൾ ഫോൺ ആരുടെയോ കയ്യിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടേ. പക്ഷേ നമ്മൾ അശ്വിൻ ആയിരിക്കില്ല, വേറൊരാളുടെ, ഒരു മുടിയൊക്കെ വളർത്തിയ ഒരാളുടെ കയ്യിൽ, ഒരു ഗുണ്ടനെ പോലത്തെ ഒരാളുടെ കയ്യിലാണ് നമ്മുടെ അശ്വിന്റെ ഫോൺ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ അശ്വിൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയമാണ് ആ ഒരു അവസാന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.